ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കാത്തിരിപ്പ് വിരാമൂട്ടുകൊണ്ട് വലിയ വമ്പൻ ചിത്രങ്ങളൊക്കെ ഇതാ OTT റിലീസ് ചെയ്യാൻ പോലെ ഇന്ന് രാത്രി സർപ്രൈസ് OTT റിലീസുകളുടെ ഒരു ചാകരനെയാണ് നമുക്ക് കാണാൻ സാധിക്കാൻ. അതോടൊപ്പം ടർബോ എന്ന് പറയുന്ന സിനിമയുടെ അതോടൊപ്പം ദിലീപന്റെ പവി കേട്ടേക്ക തുടങ്ങിയ സിനിമകളുടെയൊക്കെ OTT റിലീസ് ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഈ അപ്ഡേറ്റുകളൊക്കെയാണ്. അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കളെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് OTT അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഇന്ന് രാത്രി സർപ്രൈസ് ആയിട്ട് റിലീസ് ചെയ്യാൻ പോകുന്ന രണ്ട് ചിത്രങ്ങളാണ്. ഒന്നാമത്തെ ചിത്രം അനാർക്കലി മരക്കർ അൽത്താഫ് സലീം തുടങ്ങിയ കേന്ദ്ര കഥാപാത്രത്തെ മന്ദാകിനി എന്ന് പറയുന്ന സിനിമയാണ്. ഈ സിനിമ ഈ ഒരു വർഷത്തെ വിജയ ചിത്രമായിട്ട് മാറിയിട്ടുണ്ടെന്ന് ഏകദേശം 5 കോടിക്ക് മുകളിൽ ഈ സിനിമ കളക്ട് ചെയ്തിട്ടുണ്ടായത്. ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് ഒക്കെ സ്വന്തമാക്കിയിട്ടുണ്ടായത് മനോരമ മാക്സ്, ആമസോൺ പ്രൈം വീഡിയോസ്, സിംപ്ലി സൗത്ത് തുടങ്ങിയ OTT പ്ലാറ്റ്ഫോംസ് ആണ്. അപ്പൊ ഇന്ന് മിഡ് നൈറ്റ് മുതൽ നമുക്ക് ഈ പറയുന്ന OTT പ്ലാറ്റ്ഫോംസ് വഴി മന്ദാകിനി എന്ന് പറയുന്ന സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അടുത്ത ഇന്ന് രാത്രി സർപ്രൈസ് ആയിട്ട് OTT റിലീസ് ചെയ്യുന്ന മറ്റൊരു ചിത്രം ഏതെന്ന് നോക്കുകയാണെങ്കിൽ വിജയ് സേതുപതി കേന്ദ്ര കഥാപാത്രത്തിൽ ഈ വർഷത്തെ മറ്റൊരു വിജയ് ചിത്രമാണ് തമിഴ് ചിത്രമായ മഹാരാജ എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് ഒക്കെ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് നെറ്റ്ഫ്ലിക്സ് എന്ന് നമ്മൾ നേരത്തെ തന്നെ അറിയിച്ചാണ്. അപ്പൊ നെറ്റ്ഫ്ലിക്സ് വഴി നമുക്ക് ഇന്ന് മിഡ് നൈറ്റ് മുതൽ ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഏകദേശം 100 കോടിക്ക് മുകളിൽ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്ത ചിത്രം ഈ ഒരു വർഷത്തെ വിജയ് ചിത്രമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് രാത്രി മുതൽ നമുക്ക് ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ചിത്രം റിലീസ് ചെയ്യുമ്പോൾ നെറ്റ്ഫ്ലിക്സ് വഴിയാണ്. തമിഴ്, ഉറുവന, മലയാളം, കന്നഡ, തെലുങ്ക്, ഹിന്ദി തുടങ്ങി 5ഓളം ഭാഷകൾ വഴി ഈ സിനിമ കാണാൻ സാധിക്കായിരിക്കും. അടുത്ത OTT അപ്ഡേറ്റ്സ് കൺഫേം ആയിട്ടുള്ള ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ചിത്രം നോക്കിയാണ് നമ്മുടെ ദിലീപേട്ടൻ നായകനെടുത്ത് പവി കേട്ടേക്കർ എന്ന് പറഞ്ഞ സിനിമയുടേതാണ്. ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് ഒക്കെ സ്വന്തമാക്കിയിരിക്കുന്ന മനോരമ മാക്സ് ആണ്. ഡേറ്റ് ഇതുവരെയും കൺഫേം ആക്കിയിട്ട് എന്തൊക്കെയാണ് ദിലീപേട്ടന്റെ കരിയറിൽ ഈ ഒരു വർഷത്തെ മികച്ച ചിത്രം തന്നെയായിരുന്നു പവി കേട്ടേക്കർ എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമ അണിയിച്ചൊരുക്കിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ നടനായ വിനീതായിരുന്നു. എന്തൊക്കെയാണ് മനോരമ മാക്സ് വഴി നമുക്ക് ഈ വരുന്ന ജൂലൈ മാസത്തിന് ഈ സിനിമ കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അടുത്തൊരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ മെഗാസ്റ്റാർ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രത്തെ ടർബോ എന്ന് പറയുന്ന സിനിമയുടെ OTT റിലീസ് ഡേറ്റ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ സ്വന്തമാക്കിയിട്ടുണ്ടായ സോണി ലൈവ് നമ്മൾ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ചിത്രത്തെ കുറിച്ച് നോക്കണ വൈശാഖാണ് ഈ സിനിമ ഡയറക്ട് ചെയ്തിട്ടുണ്ടായത്. ചിത്രത്തിന്റെ തിരക്കഥ എഴുതിയിട്ടുണ്ടായത് മിഥുൻ മാനുവൽ തോമസ് ആയിരുന്നു. 40 കോടിയോളം ബഡ്ജറ്റ് വന്ന ചിത്രം ഈ ഒരു വർഷത്തെ വിജയ ചിത്രമായിട്ട് മാറിയിട്ടുള്ളത്. 70 കോടിക്ക് മുകളിൽ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചിത്രത്തിന്റെ OTT റിലീസ് ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് സോണി ലൈവ്. ഈ വരുന്ന ഓഗസ്റ്റ് മാസം 9 തീയതി ഈ ഒരു സിനിമയുടെ സ്ട്രീമിംഗ് നടത്തുന്ന സോണി ലൈവ് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തലവൻ എന്ന് പറയുന്ന സിനിമയുടെ OTT അപ്ഡേറ്റ്സ് പുറത്തു വന്നിട്ടുണ്ട്. ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് ഒക്കെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത് സോണി ലൈവ് നമ്മൾ നേരത്തെ തന്നെ അറിയിച്ചാണ്. സോണി ലൈവ് വഴി എന്നാണ് ഈ സിനിമ സ്ട്രീമിംഗ് ചെയ്യാൻ പോകുന്നത് നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ മാസം മാത്രമേ ഉണ്ടാവൂ എന്നാണ് അറിയാൻ സാധിക്കുക. ഇപ്പോഴും ചിത്രം നിരവധി തിയേറ്ററുകളിൽ വിജയകരമായിട്ട് പ്രദർശനം തുടങ്ങുന്ന സാഹചര്യത്തിലാണ് സെപ്റ്റംബർ വരെ ചിത്രത്തിന്റെ OTT റിലീസ് നീട്ടിയിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് നോക്കിയാൽ മലയാളത്തിലുള്ള മറ്റൊരു ചിത്രമാണ് ടൊവിനോ തോമസ് കേന്ദ്ര കഥാപാത്രത്തിൽ ഈ ഒരു വർഷത്തെ ചിത്രമാണ് നടികർ എന്ന് പറയുന്ന സിനിമ. ഈ ഒരു സിനിമയുടെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത് നെറ്റ്ഫ്ലിക്സ് ആയിരുന്നു. നെറ്റ്ഫ്ലിക്സ് നിലവിൽ കഴിഞ്ഞ മാസം 27-ാം തീയതി ഈ ഒരു സിനിമയെ സ്ട്രീമിംഗ് ചെയ്യുന്ന അറിയിച്ചിട്ടുണ്ടായിരുന്നു. OTT റിലീസ് താൽക്കാലികമായിട്ട് നീട്ടുകയായിരുന്നു. ഇപ്പോൾ ചിത്രം ഈ വരുന്ന ജൂലൈ മാസം 19-ാം തീയതി അല്ലെങ്കിൽ 26-ാം തീയതി OTT പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സ് വഴി സ്ട്രീമിംഗ് ചെയ്യുന്നതാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ വരും ദിവസങ്ങളിൽ തന്നെ ചിത്രത്തിന്റെ OTT അപ്ഡേറ്റ് വരുന്നത്. അതോടൊപ്പം തന്നെ OTT അപ്ഡേറ്റ്സ് കൺഫേം ആയിട്ടുള്ള മറ്റൊരു ചിത്രം ഏതെന്ന് നോക്കുകയാണെങ്കിൽ ബ്ലസ്സിയുടെ ഡയറക്ഷനും പൃഥ്വിരാജ് സുകുമാരൻ കേന്ദ്ര കഥാപാത്രത്തിൽ ഈ ഒരു വർഷത്തെ മറ്റൊരു വിജയ ചിത്രമായിരുന്നു ആടുജീവിതം എന്ന് പറയുന്ന 150 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത ഈ ചിത്രം ഈ ഒരു വർഷത്തെ വിജയ ചിത്രമായിട്ട് മാറി. അതോടൊപ്പം തന്നെ നജീവിന്റെ ജീവിതം പറഞ്ഞ ഈ ഒരു സിനിമ ഈ ഒരു വർഷത്തെ വിജയ ചിത്രമായിട്ട് മാറുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇപ്പോഴത്തെ ചിത്രത്തിന് OTT അപ്ഡേറ്റ്സ് ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് ഒക്കെ സ്വന്തമാക്കിയിരിക്കുന്ന ആമസോൺ പ്രൈം വീഡിയോസ് ആണെന്നാണ് നമുക്ക് പറയാൻ സാധിക്കുക. എന്നാൽ ഡേറ്റ് കൺഫേം ആക്കിയിട്ടില്ല. എന്തൊക്കെയാണ് വരും ദിവസങ്ങളിൽ തന്നെ ചിത്രത്തിന്റെ OTT റിലീസ് ഡേറ്റ് അറിയാൻ സാധിക്കുന്ന പ്രതീക്ഷിക്കുക. അപ്പോൾ ഇത്രയും ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പം ഇതിലെ ചിത്രം കാണാൻ വേണ്ടിയാണ് നിങ്ങൾ കാത്തിരിക്കാൻ കമന്റ് ബോക്സിൽ പോകുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് OTT അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.